ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഞാനിപ്പോൾ ഉള്ളത് ഉക്രൈനിലാണ്. ഉക്രൈനിലെ കീവ് എയർപോർട്ടിലായിട്ടുള്ളത്. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് 14-ാം തീയതി കോവിഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പം 14-ാം തീയതി വരെ ദുബൈയിൽ ഇരുന്നിട്ട് ബോറടിക്കണ്ടല്ലോ വെച്ചിട്ട് ഇന്നലെ രാത്രി പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. അങ്ങനെ ഉക്രൈനിൽ ഇപ്പം എയർപോർട്ടിൽ ഇറങ്ങി ഇപ്പം പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ നമ്മുടെ ഇഷാം എടുത്തിട്ട് എന്തൊക്കെയുണ്ട് ഇതാണ് പിടിച്ചോ, ലഗേജൊക്കെ പിടിച്ചോളൂ, പണിയൊന്നുമില്ലല്ലേ, ലഗേജ് ഇതുകൂടെ പിടിച്ചോളൂ. കുറേ നേരം അവിടെ പോസ്റ്റായി. കുറേ നേരം പോസ്റ്റായി. അത് എയർപോർട്ടിൽ കുറേ നേരം പോസ്റ്റ് ചെയ്യും. അവർ ഏകദേശം 1.5 മണിക്കൂർ തന്നെ പിടിച്ചു വെച്ചിട്ട് ഈ പാസ്പോർട്ടൊക്കെ ഒരുപാട് ചെക്ക് ചെയ്തിട്ട് വിടുന്നത്. കാരണം പല ഇന്ത്യക്കാരും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് യൂറോപ്പിലൊക്കെ ചാടുന്നുണ്ട്. ഇവിടെ വന്ന് ഇവിടുന്ന് പിന്നെ ബൈ റോഡൊക്കെ ഇല്ലീഗലി ചാടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് ഒരുപാട് സമയം ഒരു ഹോൾഡ് ചെയ്തു. പിന്നെ ഇന്ത്യയിലെ കോവിഡ് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അതും കൂടി റീസണാണ്. അപ്പം എന്താ പറയുക, ഇഷാമിന് മാത്രമേ ഞാൻ വരുന്ന കാര്യം. ഷജാസ് പുറത്തുണ്ട്, അവിടെ പുറത്ത് കാറിലുണ്ട്, അറിയില്ല. എനിക്ക് അറിയില്ല ഞാൻ വരുന്ന കാര്യം. സർപ്രൈസ് കൊടുക്കാൻ പോയി കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇനിയിപ്പോൾ ഒരു 5-6 ദിവസം കൂടി എനിക്ക് കോവിഡ് ടെസ്റ്റിൻ്റെ ബാക്കി ചെയ്യാനുണ്ട്, സെക്കൻഡ് ഡോസ് ചെയ്യാണ്ട്. അപ്പം അതിനുള്ളിൽ ഒന്ന് ജസ്റ്റ് വന്ന് ഒരു 3-4 ദിവസം ഇവിടെ കറങ്ങിയടിച്ച് പോകാൻ വെച്ചിട്ട് വന്നു കേട്ടോ. 2ാമത്തെ തവണയാണ് ഉക്രൈനിൽ വരുന്നത്. അപ്പോൾ ഉക്രൈൻ വീഡിയോസ് കാണാത്തവർ എന്തായാലും കാണണം. മാസ്ക് വേണ്ട, മാസ്ക് വേണ്ട, പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ മാസ്ക് വേണം. എയർപോർട്ടിലൊക്കെ കയറുമ്പോൾ വേണം. എയർപോർട്ടിലോട്ട് കയറുമ്പോൾ വേണം. സാധനം നമുക്ക് ബില്ലാക്കണം എന്നുണ്ടെങ്കിൽ, സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ബില്ലാക്കണം എന്നുണ്ടെങ്കിൽ അത് പുറമേ അങ്ങനത്തെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ വേണം, പക്ഷേ ഫുഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ മാസ്ക്. കൗണ്ടറിൽ ഏത് കൗണ്ടറിലേക്ക് പോകുന്നതിന് മാസ്ക് വേണമല്ലേ? ഓക്കെ. അപ്പം ഒരു വലിയൊരു സർപ്രൈസ് പോകുമ്പോൾ പൊട്ടിക്കാൻ നോക്കട്ടെ. മുതലാളി എന്താ പരിപാടി പുറത്തുനിന്ന് കഴിയുന്നു? മുതലാളി അവിടെ കാറ്റും കൊണ്ട്. അപ്പോൾ നീ എന്നാ ആരെ കൂട്ടാന്ന് നീ പറഞ്ഞത്? ഞാൻ ഒരു പാർസൽ എടുക്കാനുണ്ട്. ആള് ഇവിടെ എംബസിയിലോട്ട് വന്നതാണ്. കീവില് ആൾക്കെന്തോ മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ എംബസിയിൽ നിന്ന് ഞാൻ ആളെ പൊക്കിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഒരു പാർസൽ എടുക്കണം എന്ന് പറഞ്ഞു. 1 മണിക്കൂർ ആളവിടെ പോസ്റ്റാണ്. അടിപൊളി. ഞാൻ ഇന്നലെ രാത്രിയാണ് ഞാൻ പെട്ടെന്ന് തീരുമാനം എടുത്ത് പോകാന്നുള്ളത്. അപ്പം ഉസ്ബെക്കിസ്ഥാനായിരുന്നു ഫസ്റ്റ് പ്ലാൻ ചെയ്ത്. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കോവിഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് ചൊറകൾ ഇപ്പോൾ നടക്കുന്നത്. പിന്നെ പോയി തിരിച്ചു വരുമ്പോൾ ചൊറയാവുമെന്ന് അറിയില്ല. പിന്നെ അർമേനിയൊക്കെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു കൺട്രി റിപ്പീറ്റ് അടിക്കുന്നത് അത് ശരിക്കും ഉക്രൈനാണ്. അതിൻ്റെ കാരണക്കാർ ഇവരൊക്കെ ആട്ടോ. ഇവരും ഇതേ ആയിരിക്കുന്ന സജാസൊക്കെയാണ്. കാരണം കഴിഞ്ഞ തവണ ഇവർ എന്നെ ട്രീറ്റ് ചെയ്ത് എങ്ങനെ എനിക്ക് നല്ലോണം അറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഏതാ എയർപോർട്ടിനുള്ളിൽ തന്നെ ഉണ്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ളത്. എത്ര പൈസക്ക് ഇത്? ഫ്രം 635 രൂപ. അപ്പോൾ നാട്ടിലത്തെ റേറ്റ് എത്രയാണ്? നാട്ടിലത്തെ റേറ്റ് എത്രയാണ്? 2.5 വെച്ചിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. അതും അറിയില്ലല്ലേ. ഓക്കെ, ഞാൻ നടക്കുന്ന റൂട്ടിങ്ങൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ഉക്രൈനിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ട് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഓടിയിട്ടില്ല. ഇവിടെ ഐസും കെട്ടിയാണ്, തണുപ്പാണെന്ന് പറഞ്ഞിട്ട് വേഗം കാറിൻ്റെ ഹീറ്റർ ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ അതേ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ചൂടാണ്. ശരി, അതെ, മൊത്തം മാറി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അഗൈൻ റിപ്പീറ്റ് അടിച്ചത് ഈ കണ്ടില്ല. നമ്മൾ കണ്ടത് വിൻ്ററിലെ കാഴ്ചയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കാണാൻ പോകുന്നത് സമ്മറിലെ കാഴ്ചയാണ്. നമ്മൾ അന്ന് മഞ്ഞുമല കണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നല്ല ചൂടില്ല വേർത്ത് ഒലിച്ചൊക്കെ നടക്കും കേട്ടോ. എടുത്ത് വണ്ടി എടുത്തോ. വെയിലുള്ള വെയ്യല്ലേ രാവിലെ തന്നെ. അന്ന് ഇതേപോലെ ചൂട് തണുപ്പേ ഹീറ്റർ ഓൺ ആക്കാൻ പറഞ്ഞ ഞാനാണ്. നേരെ തിരിച്ചിട്ട് ഇന്ന് ഭയങ്കര ചൂട്. ഇവിടെ ഇതാ വൈറ്റ്, ഇതാ ഈ വണ്ടി. എന്താണ് മോളെ, സുഖമല്ലേ? ഇതാണ് നീ കൊണ്ടുപോകുമ്പോ ഇതാണ് നമ്മൾ പാർസൽ. തടിച്ചിട്ട് പന്നിക്കുട്ടി പറയുമല്ലോ. എന്താ ഇത്? ലോക്ക്ഡൗൺ ഫുട്ബോൾ കളിക്കാൻ പോകുന്നില്ല. സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഇതുപോലെ ടീഷർട്ട് ഒന്നും തന്നെ എടുക്കുന്നുണ്ടോ? എന്താ വിശേഷം? ഇതെങ്ങനെ പാർസൽ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പാർസൽ ഒരു 3-4 ദിവസം പോറ്റിക്കോട്ടെ. 3-4 ദിവസം ഇടുന്നുണ്ട്. 3-4 ദിവസം ഉള്ളോ? 1 മാസം എക്സ്റ്റെൻഡ് ചെയ്താൽ നോക്കാം. ഓടാ 14 വാക്സിൻ അടിക്കില്ല. അതുപോലെ ഒരു കാര്യം കൂടി, നാട്ടിൽ നിന്ന് ഇപ്പം യൂറോപ്പിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഉക്രൈൻ വഴിയൊക്കെ പിന്നെ വിസേൻ്റെ തട്ടിപ്പിന് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ വരരുത്. കാരണം ഇത്രയും കൺട്രി 10-35 കൺട്രീൻ്റെ വിസ കിടക്കുന്നുണ്ട്. UAE റെസിഡൻ്റ് ആണ്. ഇത്രയും ഉണ്ടായിട്ട് പോലും അവർ എന്നെ 1.5 മണിക്കൂർ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടാൽ അവർ പിടിച്ചു വെക്കുന്നുണ്ട്. പിടിച്ച് മൊത്തം എൻക്വയറി ആവുന്ന കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇവൻ വിളിച്ചു പറഞ്ഞ് ഇറക്കി തന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം ഞാൻ അറിയാതെ സർപ്രൈസ് ഒന്നും വേണ്ടത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവർ ഡീപ്പോർട്ട് അഥവാ ചെയ്തില്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കുമായിരുന്നു. വാ പോകാം, നമുക്ക് യാ.
காதலின் காதலேனோ சொன்னது இதுதான் காதல் என்பதா சொல் മനമേ കേട്ടോ ഭയങ്കര ഹാപ്പി കേട്ടോ ടു മച്ച് ഹാപ്പി ഷാമ ഞാൻ നിനക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് നീ ഷജാസ് കാണാണ്ട് തുറക്കണോ അല്ലെങ്കിൽ ഓൻ പൊക്കിയിട്ടുണ്ട് പോ അതെല്ലാം അല്ല 6 പീസ് ഉണ്ട് 6 പീസ് ഇങ്ങോട്ടാണ് അല്ലടാ 3 നീ എടുത്തിട്ട് 3 എനിക്ക് കൊടുത്തേ ഒന്നുമല്ല നീ മറ്റേ കറുത്ത വേഗില്ലേ കറുത്ത വേഗ് ഹൈറ്റ് എടുത്ത ഇപ്പം തന്നെ എടുത്തിട്ട് സാധനം കാണിച്ചു പറഞ്ഞേ ഗോൾഡ് ബിസ്ക്കറ്റ് നോ ഗോൾഡ് ബിസ്ക്കറ്റ് നാട്ടിൽ കൊണ്ടുപോ ഇങ്ങോട്ട് കൊണ്ടുവരണം നമ്മള് യെസ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പിന്നാണ് അതിൽ യുണൈറ്റഡിന്റെ ലോഗോ ഉണ്ട് അവർ ഈ ലോഗോ ഉണ്ട് സിൽവർ ലോഗോ ഉണ്ട് ടീഷർട്ട് ലോഗോ ഉണ്ട് പിന്നെ അവർ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് അതുണ്ട് ഒറിജിനൽ മർച്ചൻസ് ആണ് അപ്പം ആർക്ക് വേണം 3 നീ മലപ്പുറംകാരന്റെ ദീന രോദനോ പാവത്തിന് കൊടുത്തിടാ പിന്നെ ഫുട്ബോൾ എന്താ വെച്ചാല് പിന്നെ ഞാൻ ഓൾറെഡി 2 വിന്നേഴ്സിനെ എടുത്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഫുട്ബോൾ ഇപ്പോൾ ലാസ്റ്റ് തന്നെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ സേഫാണ് നാട്ടിൽ ഇപ്പം 16 17 നോക്കിയിട്ട് നാട്ടിലെത്തും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അയച്ചു കേട്ടോ ഓക്കെ അപ്പം എന്താ പറയുക ഇവന് കൊടുക്കാൻ കാരണം കഴിഞ്ഞ യുക്രൈൻ സീരീസ് കണ്ടവർക്കറിയാം ഒരു മുട്ടിഞ്ഞ ഫുട്ബോൾ പ്രാന്താണ് മലപ്പുറത്തിന്റെ ഒട്ടാണ്. നമ്മൾ ഇവിടെ ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട്, കളി വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു ടീം കയറിയിട്ടുണ്ട്, ഡൈനാമോ കീവ്. ഷത്തർ ഇപ്പോൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് 2 ടീം ഉണ്ടാവും. അപ്പോൾ നല്ല ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റയൽ മാഡ്രിഡിന്റെയും ബാഴ്സലോണിന്റെയും ജുവന്റസിന്റെ കളി നമുക്ക് അടുത്ത് കാണോ നമുക്ക് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ. ഓ അത് നമുക്ക് ഞാൻ വിളിക്കണം. ആരെ വിളിക്കുന്നത്? മെസ്സിനെ വിളിക്കണം. ഓൾറെഡി മറ്റേ ഹിൽട്ടന്റെ മെമ്പർഷിപ്പ് സയസ്കിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം നമ്മള് പുറത്തുനിന്ന് റൊണാൾഡോ മുതലാളി പൈസ ഇറക്കുന്നുണ്ട് കേട്ടോ. സംഭവമില്ലേ, കഴിഞ്ഞ ഉക്രൈൻ വീട്ടിൽ ഒരേ പോലീസ് വക്കലാണ്. ഇപ്പോഴും പോലീസ് വക്കീത് വേക്കുന്ന ഫൈൻ എഴുതുന്നുണ്ട്. പോലീസ് കൊണ്ട് വേക്കുന്നുണ്ട്. നിങ്ങൾ ഫൈൻ എഴുതുന്നുണ്ട്. ഇവിടുത്തെ റൂൾസ് ഒക്കെ മാറി പോലും. ചങ്ങായിക്ക് ഇവിടെ യുക്രൈൻ ലൈസൻസ് ഇല്ല, ഇന്ത്യൻ ലൈസൻസ് കൊണ്ട് ഇവിടെ ഒപ്പിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ ആ ചിരി നോക്കി ചിരിച്ച മതിയായിരുന്നു. അല്ല എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്താ പറയുന്നത്, എന്റെ ലൈസൻസ് കൊടുത്ത് എന്റെ ഇന്റർനാഷണൽ ലൈസൻസ് കൊടുത്തിട്ട് സംസാരിക്കുന്നത്. എന്താ പറയുന്നവര് പശ്ചിമയെ പനിമായെല്ലാം പറയുന്നത് നടക്കില്ല. നമ്മളതിൽ കേസ് വല്ലതും ഉണ്ടോ ചെക്ക് ചെയ്യുക. അതൊക്കെ ചെക്ക് ചെയ്തില്ല കൂടില്ല. അല്ല ഞാനില്ലാത്ത സമയത്ത് എനിക്ക് ഇങ്ങനെ പോലീസ് നിർത്തിക്കലുണ്ടോ? ഞാൻ ഇല്ലാത്ത സമയത്ത് അതങ്ങനെയാട്ടോ. ഞാൻ വരുമ്പോ പണിയും കൊണ്ടേ വരും. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് തവണ പോലീസ് നിർത്തിച്ചോനെ പോകാനൊക്കെ നിർത്തിയിട്ടില്ല. ഇപ്പൊ നിർത്തിച്ചു. നമ്മളിപ്പോ കീവിലുള്ളത്. അപ്പം ഇവന് ആക്ച്വലി ഇവിടുത്തെ PR ആണ്. കാർക്കീവിലാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് കീവിലാട്ടോ. കോമഡി. അതും നല്ല അടിപൊളി ഒരു പെണ്ണ് പോലീസും ആണ് പോലീസുമാണ്. അപ്പം ടൈം പാസിനൊക്കെ ഇങ്ങനെ ഉണ്ട്. നോക്കി നിൽക്കാൻ ആവശ്യമില്ല. ഫുള്ള് ക്യാമറ ഉണ്ട് അവരുടെ ബോഡിയിലൊക്കെ ആയിട്ട്. ഇവിടുത്തെ റൂൾസൊക്കെ നമ്മൾ പഠിക്കണം. ഞാനൊരു ടൂറിസ്റ്റാണ്, എനിക്ക് വണ്ടി ഓട്ടാം. കാരണം എൻ്റെ അടുത്ത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ട്, UAE ലൈസൻസ് ഉണ്ട്, ഞാൻ ഇന്റർനാഷണൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണ്, വളരെ കൂടുതലായിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. PR ആയതുകൊണ്ട് ഒരാൾ പറഞ്ഞു ഉക്രൈൻ ലൈസൻസ് വേണമെന്നാണ് അവർ പറഞ്ഞത്. അത് പിന്നെ അങ്ങനെയല്ല. ദുബൈയിലൊക്കെ ആണെങ്കിൽ തന്നെ ടൂറിസ്റ്റ് വിസയിലാണെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ എടുക്കാൻ പറ്റും. നമുക്ക് അവിടെ വർക്ക് വിസ ആണ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ റൂൾസ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെയാണ് നമ്മൾ പഠിക്കല്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത്. അതാണ് ഫൈനൽ വൃത്തിക്കടിക്കുന്നുണ്ട്. എത്ര അടിച്ചടാ? എത്ര അടിച്ച്? 600 രൂപയാണ്. ഇത് സൈഡ് ഇത് എന്ന് പറയുന്നത് ട്രോളി ബസ്സിനും അതുപോലെ ട്രാമിനും പോകാനുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ ട്രാഫിക് ആയിട്ട് ഇതിലേക്കൂടെ ഓവർടേക്ക് ചെയ്ത് പോയപ്പോഴത്തേക്ക് ബാക്കിൽ കറക്റ്റ് പോലീസ് പോകും. ഫസ്റ്റ് ഇയേഴ്സ് ഫൈന് ഹാപ്പി. ഇതാണ് ഇവരെ പോലീസ് വണ്ടി കേട്ടോ. നല്ല ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് നിർത്തിച്ചുകൊണ്ടേയിരിക്കും. ബോക്സ് വാഗണാണ്. ലൊക്കേഷനൊക്കെ ഞാനിപ്പോൾ ഉള്ള നല്ല ചൂടും നല്ല വെയിലൊക്കെയാണ്. നല്ല അടിപൊളി പോലീസായിരുന്നു. നല്ല അടിപൊളി പോലീസായിരുന്നു. അവിടെ തോക്കലുണ്ട്, വെടിയൊക്കെ വെക്കും. ഒപ്പിട്ട് മേടിക്കുന്നുണ്ട്. ഇത്രയും ഭംഗിയുള്ള പോലീസ് നാട്ടിലില്ല. അതെല്ലാം നീ അടുത്ത് നിൽക്കുന്നേ.
കിട്ടിയാ? താങ്ക് യു, ഐ ലവ് യു. താങ്ക് യു പറഞ്ഞു, ഐ ലവ് യു പറഞ്ഞു. ഐ ലവ് യു 2 പറഞ്ഞ ഒരു മെച്ചം ഉണ്ടായിരുന്നു. പോലീസുകാരോട് ഐ ലവ് യു പറയാനൊക്കെ ഒരു ഗഡ്സ് വേണമെന്ന് അല്ലേ? ഞാൻ ഓരോട് ഐ ലവ് യു പറഞ്ഞാ താങ്ക് യു എന്ന് പറഞ്ഞു, ഐ ലവ് യു എന്ന് പറഞ്ഞു. അങ്ങനെ കൺഗ്രാജുലേഷൻസ് മൈ ബ്രോ. ഇനി ഞാൻ പോകുന്നവരെ ഇത് തന്നെയാണ് എന്റെ പണിയുടെ. അല്ല അതാ മാസ്കിനോട് മനസ്സിലായില്ലല്ലോ. എടുത്തുവിട്ടോ. എന്നാ വേറെ പോലെ ഒരാൾ ഇപ്പറന്ന് പെപ്പി അടിക്കുന്നുണ്ട് ബക്കരയാക്കിട്ട്. എത്ര 600 നാട്ടിലത്തെ പൈസ ചേട്ടാ? 600 നാട്ടില് 1500. യു ക്യാൻ റിയലി ഡാൻസ്. എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റൂ. അതും അതിനിടയിൽ ഒരാൾ എന്നെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് തള്ളാൻ തുടങ്ങി. മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. എന്നിട്ട് അവർ ക്യാമറ എടുത്തു കൊടുത്തു. അവർ പെർമിഷൻ തന്നിട്ടുണ്ട് വീഡിയോ എടുത്ത്. ഇൻസ്റ്റയിലും കാണിച്ചെടുത്ത് അവർ വീഡിയോ എടുത്തു തന്നെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 1.5 മണിക്കൂർ തന്നെ എമിഗ്രേഷനിൽ പിടിച്ചു വെച്ചിരുന്നത്. അവിടെ ശരിക്കും എമിഗ്രേഷൻ ഓഫീസേഴ്സ് ഒക്കെ സ്ത്രീകളായിരുന്നു, പുരുഷന്മാർ വളരെ കുറവായിരുന്നു. അപ്പം അവർ 1.5 മണിക്കൂർ എന്നോട് സംസാരിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. നല്ല അടിപൊളി കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ, നല്ല നല്ല മൊഞ്ചത്തിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് പോലീസുകാരും നല്ല ക്യൂട്ടാണ്. നിങ്ങളെ ജസ്റ്റ് ഗൂഗിളിൽ കയറിട്ടെ ഉക്രൈൻ പോലീസ് നടിച്ചൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പോലീസുകാരുടെ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സമയത്ത് പോലീസ് പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല അല്ല മോനെ അല്ലേ? വെച്ച് കള്ളോ ഇവ മനഃപൂർവ്വം ലൈൻ ഏറ്റിക്കുന്നതെന്നോ നമുക്കിപ്പോൾ സംശയം കേട്ടോ. എനിക്കിപ്പോൾ ബലമായ സംശയം മനഃപൂർവ്വം ലൈൻ ഏറ്റിക്കുന്നതെന്നോ. ഇതെവിടെ പോണേ? ശരി റെസ്റ്റ് കണ്ടാന്നില്ല. അപ്പോൾ ഫുഡ് അടിക്കട്ടെ. ഇതാണിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത്. വലിയൊരു ബിൽഡിംഗ് നോക്കിയാണ്. ഇതെന്താ ചുമരൊന്നുമില്ലാത്ത ബിൽഡിങ്ങാ? പഴയ ടൈപ്പ് ബിൽഡിങ്സ് കേട്ടോ. ഇത് മാക്ഡിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു സീരീസ് ഞാൻ പറഞ്ഞിരുന്നു, മാക്ഡൊണാൾഡാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ബർഗേഴ്സ് കഴിക്കാൻ പറ്റുന്നത്. ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ മാക്ഡൊണാൾഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ചെറിയ റേറ്റിന് ഫുഡൊക്കെ കിട്ടും കേട്ടോ. എടാ ഉള്ളിലിരിക്കണോ? ഓർഡർ ചെയ്യാൻ മാത്രമല്ല, മാസ്ക് വേണ്ടു. ഉള്ളിൽ കയറാൻ മാസ്ക് ഒന്നും വേണ്ടല്ലോ. ഒക്കെ ആയിരിക്കും ഇത് പറയുന്നത്. അടിച്ചോ. താങ്ക് യു. ഫുഡ് കഴിക്കാൻ മാസ്ക് വേണം വെച്ചോണ്ട് ഇവിടെ ഇരിക്കോ? ഞാൻ ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ മാസ്ക് വയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ മൂലൊക്കെ വന്നിങ്ങനെ ഇരുന്നിട്ടുണ്ട്. മതിയിടാം മതി. നല്ല വെച്ചിട്ട് കണ്ണ് വന്നില്ല കേട്ടോ. പിന്നെ കൊക്കക്കോള വേണ്ട. റൊണാൾഡോ പ്രത്യേകം പറഞ്ഞു, അതുകൊണ്ട് കൊക്കക്കോള വേണ്ട. നമ്മുടെ കഴിക്കുന്നുണ്ട് ബർഗർ. ഇത് പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്. ഞാൻ പറഞ്ഞത് പെപ്സി കോക്കൊക്കെ ഒഴിവാക്കി, ഫുട്ബോൾ പ്രാന്തന നിഷാം ഒഴിവാക്കി. അപ്പോൾ എല്ലാവരും പാഷൻ ഫ്രൂട്ടാണ്. ഡയറ്റിംഗ് ബോയ്. അപ്പോൾ നല്ല മാഗ്ഡി നല്ല സെറ്റപ്പ് ബർഗർ കേട്ടോ. അതിൽ കഴിച്ചിട്ടാണോ? ഒരു കണക്കിന് നമ്മൾ ഈ വെള്ളം എല്ലാം ജ്യൂസ് കൊടുക്കും കേട്ടോ. നല്ലത്. ഇതൊന്നും സാധനത്തിനും അത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമുക്ക് കാർക്കി എത്ര ദൂരമുണ്ട്? കാർക്കി ഇവിടെ നിന്ന് 450 കിലോമീറ്റർ റൈഡാണ്. റൈഡല്ല, സോറി, ഡ്രൈവ് കേട്ടോ. അതിപ്പോൾ എങ്ങനെയായാലും എൻ്റെ വായ റൈഡ് വരും, വേറൊന്നും വരില്ല. ഓക്കെ. ഈ കാണുന്ന ഇവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷനാണ്. അതായത് മെട്രോ ആണ്, നിരച്ചു പിടിച്ച മെട്രോ ആണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഓപ്പൺ ആണ്. ഇത് ആളൊക്കെ തിക്കിത്തറിയൊക്കെ പോകുന്നുണ്ട്. മാസ്ക് ഇടണമെന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയുണ്ട് പോപ്പുലേഷൻ കീവിൽ? 22 ലക്ഷം. 22 ലക്ഷം ആൾക്കാരുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ മെട്രോ ഉപയോഗിക്കുന്നു. കാരണം ഇത് കണ്ട് നിങ്ങൾ മെട്രോയിൽ ഫുൾ ആളാട്ടോ. അതുപോലെ വേൾഡിലെ ഏറ്റവും ഡീപ്പസ്റ്റ് മെട്രോ എന്ന് പറയുന്നത് ഉക്രൈനിലാണ്. അതൊരു പുതിയ ഇൻഫർമേഷൻ. കീവിലും മാത്രമേ ഉള്ളൂ മെട്രോ വേറെ എവിടെ ഇല്ല. യെസ്, ഇവിടെ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ അന്ന് സ്റ്റുഡൻറ്റിൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു. കാരണം മെട്രോ ഉണ്ടാകും ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നവർക്ക് പോകാനും വരാനും, ട്രെയിനിങ്ങിനൊക്കെ ആയിക്കോട്ടെ, പോകാനും വരാനൊക്കെ, ഹോസ്പിറ്റലിലൊക്കെ പോകാനും വരാനൊക്കെ മെട്രോ ഉള്ള സിറ്റീസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് നല്ലത്. ഇപ്പോൾ കാർക്കീവിലും മെട്രോ ഉണ്ട്, കീവിലും മെട്രോ ഉണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമ്മളിപ്പോഴും കീവ് ഇട്ടിട്ടില്ല, മുടിഞ്ഞ ബ്ലോക്കാണ്. നിങ്ങൾ ഇത്ര സമയം കണ്ടത് കീവിലെ കാഴ്ചകളാണ്. 465 കിലോമീറ്റർ പോകാൻ കുറച്ച് സമയം വേണം. പക്ഷേങ്കിൽ ഈ സിറ്റി കോസിന് ഒരുപാട് സമയം വേണം കേട്ടോ. ഇവിടെ പോലീസുകാർ ഓരോ വണ്ടികൾ വെച്ച് നിർത്തിക്കുന്നുണ്ട്. വണ്ടി അടിച്ചതാണ് തോന്നുന്നത്. ആക്സിഡന്റ് ആയത്. യെസ്, ഇപ്പോൾ ഫ്രീ ആയിട്ടോ.
പിന്നെ ആകാശം കണ്ടോ, ഇവിടെ UK പോലെയാണ്. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ രാത്രി 10 മണിയാവും. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം. റഷ്യൻ ഭാഷ. നമ്മൾ പോകുന്നതൊക്കെ നിർത്തിയിട്ടുള്ളത് നല്ലൊരു ബാംഗ്ലൂർ മണം കേട്ടോ, കർണാടക മണം. വേണോ, ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടുത്തെ. എന്തോ എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. ഈ ബസ് സ്റ്റോപ്പിൽ എന്തെങ്കിലും ആൾക്കാർ എന്തൊക്കെയോ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ബാംഗ്ലൂർ മണം എന്ന് പറഞ്ഞത് പുല്ലും ബസ് സ്റ്റോപ്പൊക്കെ കേട്ടോ. പിന്നെ പുറകിൽ എന്തൊക്കെയോ ഫാക്ടറീസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ലൊക്കേഷൻ. ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോഴാണൊന്ന് ലെവലായത്. സമയം 7 മണിയായി. 7 മണിയായിട്ടും വെയിൽ അങ്ങനത്തെ ഉണ്ട് കേട്ടോ. ഇവിടെ കച്ചവടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പബ്ലിക് ടോയ്ലറ്റാണ്. 2 ടോയ്ലറ്റ് ഉണ്ട്. അവിടെയൊക്കെ വീടുകളാണ്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം ഷജാസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി എടുത്ത് വന്നതാണ്. അപ്പോൾ അവൻ സൈഡായി. അപ്പോൾ എനിക്കിവിടെ ലീഗലി വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. കാരണം എൻ്റെ അടുത്ത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ദുബായിൻ്റെ ഇൻ്റർനാഷണൽ 2 ഉണ്ട്. ഇവിടെ അങ്ങോട്ടേക്ക് ഞാൻ ഓടിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡാണ്. കുഴപ്പമില്ല, നമുക്ക് UAE ഓടിച്ചിട്ട് നേരെ വന്ന് കയറും, പ്രശ്നങ്ങളൊന്നും വന്നില്ല. അപ്പം ഞാൻ നിൻ്റെ ഡ്രൈവർ കിടന്ന് പറയിക്കോട്ടെ. സുഖം സ്വന്തം. ഹലോ, നീ എൻ്റെ ക്യാമറമാൻ. ഞാൻ നിന്റെ ഡ്രൈവർ, നീ എൻ്റെ ക്യാമറമാൻ. അല്ല വേണം, നീ പറയൊക്കെ. ഞാൻ ഈ ശ്യാമ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ എടുത്തോട്ടാ. ഞാനിപ്പോൾ ഏകദേശം ഒരു 100-200 കിലോമീറ്റർ ഓടിച്ചു. സമയം 8 മണിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിന് വരുന്ന നമ്മൾ മറ്റേ വിസ തട്ടിപ്പ് വരുന്ന പൊക്കിയ സ്ഥലം. ആ വിസ തട്ടിപ്പിൻ്റെ അവനെ പൊക്കിയ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തേക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി എടുക്കും. ഞാൻ കിടന്നുറങ്ങും. കാരണം ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. എനിക്ക് പുലർച്ചയ്ക്ക് 3 മണിക്കല്ല ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഉറങ്ങി 4-5 മണിക്ക് ഉറങ്ങി 6 മണിക്ക് എഴുന്നേറ്റ് എയർപോർട്ടിൽ പോയി 5 മണിക്കൂർ ഫ്ലൈ ചെയ്ത് എയർ അറേബ്യ ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഉറങ്ങിയിട്ടേ ഇല്ല. ഇനി റൂമിലെത്തിയിട്ട് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 3.5 മണിക്കൂറായിരുന്നു ഇവിടെ ടൈം ഡിഫറൻറ്റ് എന്നുള്ളത്. ഇവിടുത്തെ 6:30 മണിയാണ്, നാട്ടിലത്തെ 10 മണി. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞ തവണ വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ്, സൂര്യാസ്തമയമൊക്കെ വേഗമുള്ളതുകൊണ്ടാണ്. ഇപ്പം സൂര്യ അസ്തമിക്കുന്നത് ലേറ്റ് ആയതുകൊണ്ട് ടൈം ടേബിൾ 1 മണിക്കൂർ പിന്നെ കൂടുതൽ കേട്ടോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 3.5 മണിക്കൂർ ഡിഫറൻറ്റ് ആണെങ്കിൽ ഇപ്രാവശ്യം 2 മണിക്കൂറല്ല. സോറി 2 മണിക്കൂർ. 2 മണിക്കൂർ ഡിഫറൻറ്റ് മാത്രമേ. മുമ്പ് 3 മണിക്കൂറാണെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂർ ഡിഫറൻറ്റ് ഉള്ളൂ കേട്ടോ. 2.5 ഒന്ന് ഉറപ്പിക്കൊന്നേ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണ്. 3.5 മണിക്കൂർ 2.5 മണി. വേഗം വേട്ടോ, ഞാൻ അപ്പോഴേക്ക് ഉറങ്ങട്ടെ. അങ്ങനെ ഞാൻ ഇപ്പോൾ എൻ്റെ റൂമിലെത്തി. ഇതാണ് എൻ്റെ റൂം. ഇത് ഇവിടെ ഒറ്റക്കാണ് ഞാൻ കിടക്കേണ്ടത് ഒരു ദിവസത്തേക്ക്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ പേടിയാവും. ഇത് ചുമരുമേൽ നോക്കി നിങ്ങൾ കണ്ടോ, എന്തൊക്കെയോ സംഭവങ്ങൾ ചുമരുമേലുണ്ട്. ഇവിടെ ഒരു മാൻ്റെ കൊമ്പൊക്കെ ഉണ്ട്. ഇതെന്തിത് ബംഗ്ലാവാ? കാട്ടു ബംഗ്ലാവ് എന്ത് ഇത്? അടിപൊളി. അതെ, ഇവിടെ ഒരു ഗ്രാമ ഫോണൊക്കെ ഉണ്ട്. ഉണ്ടോ ഗ്രാമ ഫോൺ? ഇത് ഗ്രാമ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വേറെ എന്താ പറയുക, ഷബിന്ന ഒന്ന് ക്യാമറ ഹോൾഡ് ചെയ്തോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. എന്നിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങണം. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല, ഫ്ലൈറ്റൊന്നും ഉറങ്ങിയിട്ടില്ല. ഫുള്ള് സൈഡ്. ഇനി രാവിലെ 10-11 മണി കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 3-4 ദിവസം കൂടെ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. കാലാവസ്ഥ ഞാൻ പറഞ്ഞത് നല്ല ചൂടാണ്, കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കാർക്കീവിലാണ് അല്ലേ? ഷജാസിൻ്റെ സ്വന്തം കാർക്കീവ്. കാർക്കീവ് ഇവിടുത്തെ ഗവൺമെൻറ് എനിക്ക് എഴുതി കൊടുത്തേട്ടോ. അതുകൊണ്ടാണ് ഷജാസിൻ്റെ സ്വന്തം കാർക്കീവ് എന്ന് പറഞ്ഞത്. പിന്നെ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരോടും. സ്കിപ്പ് ചെയ്യാതെ കാണണം. നല്ല നല്ല വിഷ്വൽസ് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാണണം. പിന്നെ വേറെ എന്താ പറയുക, ഇതൊന്നും പറയണ്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല അടിപൊളി ഉക്രൈനിയൻ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.